ഹലോ ഗൈസ്, എമ്പുരാൻ 41 മണിക്കൂർ കൊണ്ട് 100 കോടി ക്ലബിലായി. അതാണ് നെഗറ്റീവ് ഓളികൾക്ക് നന്ദി. സംഭവം എന്താ അറിയോ? അപ്പം എമ്പുരാൻ 100 കോടി ക്ലബിൽ കയറി 41 ദിവസമാണ്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എമ്പുരാൻ ഇറങ്ങിയതിൻ്റെ അന്ന് വൈകുന്നേരം ഒരു 6 മണിക്ക് നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിനെപ്പറ്റി വലിയ രീതിയിലൊന്നും അല്ല സംസാരിച്ചത്. നമ്മൾ ആ പടം കൊള്ളാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൾക്കാർ പോയി കാണുക, ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ അതിനകത്ത് വലിയ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നമ്മളതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും പോയി കാണുക. കാരണം സ്റ്റാർട്ടിങ് തൊട്ട് നെഗറ്റീവ് വരുന്നത് കൊണ്ടാണ് നമ്മൾ അല്ലേ അതിനെപ്പറ്റി ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞത്. നമ്മൾ മോഹൻലാൽ ഫാനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല പടമാണ്, എല്ലാവരും പോയി കാണുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിന് അടിയിൽ കമൻ്റായിട്ട് ഒത്തിരി കാര്യം വന്നിട്ടുണ്ട്. കമൻറ്റ് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് ഇതുണ്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടുവൊക്കെ. ഒരു വീഡിയോ ഇപ്പം വൈറലാവുന്നുണ്ട്. ആ വീഡിയോ കണ്ടു നിങ്ങൾ കണ്ടല്ലോ. സംഭവം എന്ന് വെച്ചാൽ മോഹൻലാൽ ആ സിനിമയുടെ ഫസ്റ്റ് ഷോ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നതാണ്. അപ്പം അതിനിടയ്ക്ക് ഇച്ചിരി മുഖത്ത് ഇച്ചിരി ഒരു വലിയൊരു ഒരു വെറുപ്പ്, ഇച്ചിരി ഒരു ഗൗരവം കാണിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പം കമന്റ്സ് വന്നോണ്ടിരിക്കുന്നത് വെച്ചാൽ മോഹൻലാലിനെ പൃഥ്വിരാജ് പറ്റിച്ചു, ഇങ്ങനൊരു ചതിയിൽ കൊണ്ടിട്ടു, അപ്പൊ അതിന്റെ ദേഷ്യമാണ് മോഹൻലാലിന്റെ മുഖത്ത് കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്കതിനകത്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തുവാ, നമ്മൾ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇവർക്കൊരു റിവ്യൂ ഷോ എന്തായാലും കാണും. അതിനകത്ത് എന്തായാലും ആരെ വിളിക്കും? എല്ലാവരും അഭിനേതാക്കളൊക്കെ എല്ലാവരും വിളിക്കും. മോഹൻലാലിനെ എന്തായാലും പ്രത്യേകിച്ച് വിളിക്കും. വിളിച്ചതിന് ശേഷം എല്ലാവരും കൂടെ കണ്ടതിന് ശേഷമാണ് ഈ പടം എന്തായാലും തിയേറ്ററിൽ വരത്തുള്ളൂ. അപ്പം മോഹൻലാലിന് ഈ ഒരു ഇത്രയും വലിയൊരു ദേഷ്യം കാണിക്കണമെങ്കിൽ അന്നേരം കാണിക്കായിരുന്നു. ഈ ഗോപാലനായാലും ഒരു പ്രൊഡ്യൂസർ ആയാലും എല്ലാവരും ഇത് കാണുന്നതാണ്. അപ്പൊ അത് ഈ വീഡിയോക്കകത്ത് മോഹൻലാൽ അങ്ങനെ വരുന്നതിനകത്ത് എനിക്ക് അങ്ങനെ ഒരു നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, ദേശീയമായിട്ടൊന്നും അല്ല തോന്നുന്നത്. ആ തിരക്കിന്റെ ഇടയിൽ കൂടെ വരുന്നുണ്ടുള്ള സംഭവങ്ങളാണെന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മളതല്ല പറഞ്ഞത്. ഈ വീഡിയോ ഞങ്ങളുടെ റിവ്യൂ വന്നതിന് ശേഷം ഒത്തിരി കമന്റ്സ് വന്നു. അതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് ആണെങ്കിൽ ഭയങ്കര കമന്റ്സ് വരുന്നത്. അതായത് കമന്റ്സ് ഒക്കെ നോക്കണം. മൊത്തം വിഷയങ്ങളാണ് കമന്റ്സ് വരുന്നത്. ലാലിനെ അറഞ്ചം പറഞ്ഞ് തെറി വിളിക്കുക, അതോടെ അയാള് രായപ്പന്റെ ഷീട്ട് കയറും, അയാളുടെ കേണൽ പദവി എടുത്ത് മാറ്റാൻ രാഷ്ട്രപതിക്ക് എല്ലാവരും കൂടി നിവേദനം നൽകണം, അങ്ങനെയുള്ള കമന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പല ഇടത്തും കമന്റ്സ് വരുന്നുണ്ട്. കണ്ടോ ഒരാളുടെ കഷ്ടം, നല്ല പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. സിനിമ ആവറേജാണ് ബ്രോ, പിന്നെ നെഗറ്റീവ് ഇടുന്നവരുടെ ഉദ്ദേശം വേറെയാണ് എന്നുള്ള കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല കമന്റ്സ്, ഒരിക്കലും വലിയ പ്രതീക്ഷ കൊടുത്ത് പോകണ്ട, പണം ആ ഒരു രീതിയിൽ ആസ്വദിക്കുക, അങ്ങനെയൊക്കെയുള്ള കമന്റ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് ഈ പടത്തിൽ വേറെ കമന്റ് ആണ് കണ്ട, ഈ പടത്തിൽ ഗുജറാത്ത് കലാപം എന്നൊക്കെ തള്ളുന്നുണ്ട്, പൃഥ്വിരാജിന്റെ പാസ്റ്റ് അത്രേ ഉള്ളൂ, പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും നല്ല കൊട്ടുകൊടുന്നുണ്ട്. നല്ല കമന്റാണ്. കാരണം എന്ന് വെച്ചാൽ അവര് പുള്ളി പടം കണ്ടിട്ടാണ് ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഇട്ടേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇപ്പം വരുന്ന വേറെ കമന്റ് ഉണ്ടോ? അതാ നോക്കടാ കോമാളി, നിന്റെ ഒക്കെ ഡയലോഗ് അടിക്കാനാണ് ഈ മനുഷ്യന് ഈ ഗതി വന്നത്. ഇപ്പൊ നമുക്ക് മാത്രം വന്ന കമന്റ്സ് അല്ല, ഞാൻ ഇതിനകത്ത് വേറെ ഫേസ്ബുക്കിലെ കണ്ട കമന്റ്സ് ആണ് ഇട്ടേക്കുന്നത്. ഈ കുറെ ആൾക്കാർ ഇതിനകത്ത് ബുക്ക് ചെയ്ത ടിക്കറ്റ്സ് ഒക്കെ ക്യാൻസൽ ചെയ്തു, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു. സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം സിനിമയിലാണ് കാണുക. ഈ മാർക്കോ മൂവിയെ കണ്ടിട്ട് ആൾക്കാർ പോയി ആൾക്കാരെ വെട്ടിക്കൊല്ലുന്നതൊക്കെ 110 പേരെയൊക്കെ ഒരാൾ കൊന്നിട്ട് ഒരു കേസ് പോലും ഇല്ലാത്ത സംഭവങ്ങളെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. മാർക്കോ സിനിമയ്ക്ക് ഇല്ലാത്ത എന്ത് അതെ പ്രത്യേകതയാണ്. പിന്നെ വയലൻസ് ഉണ്ടെന്ന് പറയുന്നത്. എന്ത് വയലൻസ് ആണ് എമ്പുരാനകത്ത് കാണിച്ചേക്കുന്നതെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ വരുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ എമ്പുരാൻ റീസെൻസറിങ്ങിലേക്ക് പോകുന്നു എന്നാണ്. എമ്പുരാൻ റീസെൻസറിങ്ങിൽ അതിന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പറ്റി എല്ലാം പറഞ്ഞതിന്റെ കാര്യത്തിലായിരിക്കും. കാരണം ഈ പടം സെൻസർ ചെയ്ത് ഇറങ്ങുമ്പം സെൻസറിങ് ബോർഡിൽ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ആൾക്കാരെ കേന്ദ്ര ഗവൺമെന്റ് ആൾക്കാരൊക്കെ ആയിരിക്കും അതിരിക്കുന്നത്. ഗവൺമെന്റ് നോമിനീസ് ആണല്ലോ. അതാണല്ലോ അതിന്റെ ഒരു നോട്ട്സ് വരികയും ചെയ്തിട്ടുണ്ടല്ലോ, ന്യൂസുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അവർ കണ്ട് സെൻസർ ചെയ്ത പടമാണ്. ഇനിയിപ്പോ ഈ പടം സെൻസർ ചെയ്ത് ഇതിനകത്തുള്ള വിവാദ ഭാഗങ്ങൾ പരിശോധിച്ച് സെൻസർ ബോർഡ് പടം വീണ്ടും ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ പടം ഇങ്ങനല്ല, ഇതിനകത്ത് ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പടമേ ഇല്ലാതാവും. അതിനെക്കാളും നല്ല ഈ പടം പിൻവലിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ബെറ്റർ. ഇതേ കണക്ക് ഈ നെഗറ്റീവ് പറയുക, പിന്നെ അതിന്റെ ആവശ്യം എന്താണെന്നുള്ള ഒരു കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ റീസെൻസറിങ്ങിന് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ആൾക്കാരൊക്കെ പടം കണ്ടു കാണും. അപ്പൊ അതുകൊണ്ട് നമ്മൾ റിവ്യൂ ചെയ്തത് നമ്മളങ്ങനെ പടം റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. നല്ലൊരു പടത്തെ നശിപ്പിക്കണ്ടെന്ന് വെച്ചാണ് നമ്മൾ ഇതിനെപ്പറ്റി കാര്യങ്ങൾ സംസാരിച്ചല്ലേ. വേറെ കാര്യങ്ങളുടെയൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും സിനിമ റീഷെഡ്യൂൾ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയല്ല. അതെ, കാരണം സിനിമയായിട്ട് കാണുക,
അതെ. രാഷ്ട്രീയമായി കാണുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ വീഡിയോ അടിയിലും വന്ന് കമന്റ് ചെയ്യാം. നമുക്ക് കമന്റ് ഒക്കെ ഇഷ്ടമാണ്. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നത് നല്ലതാണ്. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അല്ലേ. പക്ഷെ മുഖമുള്ള ഈ അക്കൗണ്ടുകളിൽ കൂടി വന്ന് കമന്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മളിത് ഇൻസ്റ്റയിലിട്ടാലും നമുക്ക് ഇതിനൊക്കെ പൊങ്കാലകൾ വരുന്നുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞൂടെ. ഒരു പടത്തിനെ പറ്റി നല്ല അഭിപ്രായം പറയുമ്പോൾ പൊങ്കാല വരുന്നത് എന്താണെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇത് റീസെൻസറിംഗ് നേരത്തെ ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, മുഖംമൂടികളല്ല, സ്വയം മുഖം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ മുഖം വെളുത്തിരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കണ്ണെടുത്ത് വെച്ചാൽ എന്നാലും നമ്മളെ അറിയാൻ പറ്റത്തുള്ളൂ. രണ്ടുപേരും കണ്ണാടി വെച്ചാല് ഈ പല ആൾക്കാർക്ക് നമ്മളെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും നിങ്ങളൊക്കെ പടം കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കാരണം എനിക്ക് ഒന്ന് ഈ ആൾക്കാർ പറയുന്നുണ്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു. പക്ഷെ ചുമ്മാ ഇപ്പോഴും ബുക്ക് മൈ ഷോയിലൊക്കെ കയറി നോക്കുമ്പോഴത്തേക്ക് അടുത്ത 3 ഡേയ്സിലേക്കുള്ള എല്ലാ ടിക്കറ്റും ഫില്ലാണ്. കാരണം ഇനിയിപ്പം ശനി ഞായർ ദിവസങ്ങൾ വരുന്നുണ്ട്. ഇനി അങ്ങനെ ഈ ഇയർ എൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ബാങ്കിങ് മേഖലയിലുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ ഇനി ആയിരിക്കും പടങ്ങൾ കാണാൻ പോകുന്നത് ഫാമിലി ആയിട്ടൊക്കെ. അപ്പൊ സ്കൂൾ അടപ്പാണ്. അപ്പൊ അതിനൊക്കെ ആൾക്കാർ അതുകൊണ്ടാണ് ഫാമിലി ഓഡിയൻസ് കൂടുതൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഫാമിലി ഓഡിയൻസ് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. കാരണം ഇതിനകത്ത് വൾഗാരിറ്റി ഒന്നും കാണിച്ചിട്ടില്ല, മദ്യത്തിനെ പറ്റിയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല, മയക്കുമരുന്നിനെ പറ്റിയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നല്ല ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പൊ നേരത്തെ തന്നെ ഇതിന്റെ മുരളി ഗോപി പറഞ്ഞിരുന്നു സെക്കൻഡ് പാർട്ട് കുറച്ച് ചെറിയൊരു ഇതിലായിട്ട് എടുക്കുന്നത്. കാരണം തേർഡ് പാർട്ടിലാണ് ഇതിന്റെ ബിഗിനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പം എന്തായാലും നല്ലൊരു പടമാണ്, പോയി കാണുക. ഇത് സെൻസർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താകും എന്ന് നമുക്ക് ഇല്ലേ അറിഞ്ഞുകൂടാ. കാരണം കേരളത്തിൽ നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ, നന്നായി വരട്ടെ എന്നാണ് നമുക്ക് പറയാം. ടിക്കറ്റ് ക്യാൻസൽ ചെയ്തവര് അത് കാണാൻ ശ്രമിക്കുക, സിനിമ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടുക. സെൻസർ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾക്ക് അത് കാണാനുള്ള അവസരങ്ങൾ കാണത്തില്ല. അപ്പം നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ലഹരിക്കെതിരെ നമ്മളൊരു ക്യാമ്പയിനൊക്കെ എടുത്ത ആൾക്കാരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ വരട്ടെ. അപ്പൊ ടാറ്റ, ബൈ ബൈ.